ഹലോ മക്കളെ, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വളരെ ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത്. എല്ലാവരും അറിഞ്ഞു കാണും. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമും ക്ലാസ് 12 CBSE ബോർഡ് എക്സാമും 2025-26 അക്കാദമിക് ഇയറിനകത്ത് 2 വട്ടം നടക്കാൻ വേണ്ടി പോകുന്നു. ആദ്യ പരീക്ഷ ഫെബ്രുവരി 15 ആരംഭിക്കുമ്പോൾ സെക്കൻഡ് എക്സാമിനേഷൻ മെയ് മാസം 5 ഇങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് 10ഉം ക്ലാസ് 12 CBSE ബോർഡ് എക്സാം നടക്കാൻ വേണ്ടി പോവുക. ഒറ്റ കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പരീക്ഷ മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ ഫെബ്രുവരി മാസം ഗംഭീരമായിട്ട് എക്സാം എഴുതി കഴിഞ്ഞു, മെയ് മാസത്തെ എക്സാമിനേഷൻ എഴുതേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി ഫെബ്രുവരി മാസം എക്സാം കുറച്ച് വീക്കായിരുന്നു, അങ്ങനെയാണെങ്കിൽ മെയ് മാസം നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ പോലെ നിങ്ങളുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട്. ഇതാണ് ഇതിനകത്തുള്ളൊരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ. ഒരു വട്ടം മാത്രമല്ല, നിങ്ങൾക്ക് 2 വട്ടം ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. സിലബസ് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, അതിനകത്തൊന്നും യാതൊരു മാറ്റവുമില്ല. 2024-25 അക്കാദമിക്കുള്ള സിലബസും 2024-25 അക്കാദമിക്കുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ ഇതൊക്കെ തന്നെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഹാപ്പി ആണെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ട്. ഫെബ്രുവരി 15 ശേഷമുള്ള ആദ്യ ചൊവ്വാഴ്ച എക്സാമിനേഷൻ, അതായത് നിങ്ങളുടെ ആദ്യ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി മാസം 17 ആൻഡ് അവസാന എക്സാമിനേഷൻ മാർച്ച് മാസം 6 നിങ്ങൾക്ക് മൊത്തമായിട്ട് എക്സാം ഗ്യാപ്പ് എന്ന് പറയുന്നത് 18 ഡേയ്സ് മാത്രമാണ്. പക്ഷേ 2024-25 അക്കാദമിക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് ഫെബ്രുവരി മാസം ഒരു 13 ദിവസവും അതുപോലെ തന്നെ മാർച്ച് മാസം നമുക്ക് ഏകദേശം ഒരു 18 ഡേയ്സും ഉണ്ടാകും. ടോട്ടലി പറയുമ്പോൾ 32 to 33 ഡേയ്സ് നിങ്ങൾക്ക് എന്താണ് എക്സാമിനേഷന് വേണ്ടി ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഡേയ്സാണ് ഇപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് എന്താണ് 18ലേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് മക്കളെ ഇവിടുത്തെ ഏറ്റവും പ്രശ്നം. ചോദിക്കും എന്താ പ്രശ്നമെന്ന് മനസ്സിലാക്കണം. എക്സാമിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് തന്നെയാണ് നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരു എക്സാമിന് ഫെബ്രുവരി 17 ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാം ഫെബ്രുവരി 19 ആയിരിക്കും, പിന്നെ 21. എക്സാം ഗ്യാപ്പ് ഒട്ടുമില്ലാത്ത ടൈം ടേബിളാണ് നിങ്ങൾക്ക് ഇനിയുള്ള വർഷത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. CBSE ഡ്രാഫ്റ്റിനകത്ത് വളരെ വ്യക്തമായിട്ട് ഡേറ്റ് ഷീറ്റ് ഉൾപ്പെടെയാണ് ഇത്തവണ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്ലാസ് 10 CBSE നെക്സ്റ്റ് 2025-26 അക്കാദമിക് ഇയറിൻ്റെ ഡേറ്റ് ഷീറ്റ് പരിശോധിക്കാം. 12th ഇതുപോലെ തന്നെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് ആദ്യ പരീക്ഷ 17th വരുന്നത്, 17 ഫെബ്രുവരി മാത്സ് എക്സാമിനേഷൻ. അടുത്ത പരീക്ഷ 18th എക്സാമിനേഷനില്ല, 19th റെസ്റ്റ് ഓഫ് സബ്ജക്ട്സ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ബാക്കിയുള്ള എലക്റ്റീവ് പോലത്തെ വിഷയങ്ങളുണ്ടാകും. ആൻഡ് 20th എക്സാമിനേഷനില്ല, 21 സോഷ്യൽ, 23 അടുത്ത എക്സാമിനേഷൻ, 25 സയൻസ്, 27 ഹിന്ദി. അതായത് ബേസിക്കലി ഗ്യാപ്പ് വളരെ കുറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാം നടക്കാൻ വേണ്ടി പോകുക. ഈ അക്കാദമിക്ക് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 15 എക്സാം കഴിഞ്ഞു, അടുത്ത എക്സാം ഫെബ്രുവരി 20 ആയിരുന്നു. 5 ദിവസത്തെ ഗ്യാപ്പ്. ഫെബ്രുവരി 15 ഇംഗ്ലീഷ് ആയിരുന്നു. 2025 ഫെബ്രുവരി 15 ഇംഗ്ലീഷ് എക്സാമിനേഷൻ ആയിരുന്നു നിങ്ങളുടെ സീനിയേഴ്സിന്. ഫെബ്രുവരി 20 സയൻസ്. ഒരുപാട് ഗ്യാപ്പ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സിൻ്റെ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ മാത്സ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് മാർച്ച് മാസം 10 തൊട്ട് മുമ്പ് ഹിന്ദി എക്സാമിനേഷൻ ഫെബ്രുവരി 28 അപ്പോൾ വലിയ ഗ്യാപ്പാണ് നമുക്ക് 2024-25 ബാച്ചിന് ഉണ്ടായിരുന്നെങ്കിൽ 2025-26 ബാച്ച് നിങ്ങളുടെ ബാച്ചിനകത്ത് ഇത്തരത്തിലൊരു ഗ്യാപ്പ് ഉണ്ടാവുകയില്ല. ഷോർട്ട് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരും. അത് എളുപ്പമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കാം. കൃത്യമായിട്ട് ആദ്യമേ തന്നെ പഠിച്ച കുട്ടിക്ക് മാത്രമാണ് അവസാന നിമിഷം ഇങ്ങനെ എളുപ്പത്തിൽ 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. മക്കളെ, എനിക്ക് എല്ലാവരോടും ഈ നിമിഷം പറയാനുള്ളൊരു അഡ്വൈസ് പറയുന്നത്, സംഭവം ഗുണമാണ്, സംശയമില്ല. മാർക്ക് കുറയുകയാണെങ്കിൽ മാർക്ക് കൂട്ടാൻ ഒരു അവസരമുണ്ട്. പക്ഷേ 2 ഘട്ടങ്ങളിലും മാർക്ക് കുറയാൻ ഒരുപാട് ചാൻസും ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കണം. ഇപ്പോൾ തന്നെ പഠിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലാസ് 10 ആയിക്കോട്ടെ ക്ലാസ് 12 ആയിക്കോട്ടെ എക്സാമിനേഷനിൽ ഗംഭീരമായ മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഒറ്റ സൂചിപ്പിച്ച് ഞാനിതാ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു, വേറൊന്നുമല്ല. നിങ്ങളുടെ മാർക്ക് ഷീറ്റ് വരുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എക്സാമിനേഷൻ്റെ മാർക്കും ഉണ്ടാകും, സെക്കൻഡ് എക്സാമിനേഷൻ്റെ മാർക്കും ഉണ്ടാകും. ഇതിന് പുറമെ ബെസ്റ്റ് ഓഫ് 2, ഇതിൽ 2ലെയും ടോപ്പ് നിൽക്കുന്ന മാർക്ക് ഏതാണോ അതും ഉണ്ടാകും. എപ്പോഴും ഓർക്കണം, ബെസ്റ്റ് ഓഫ് 2 മാർക്സ് ആണ് കൺസിഡർ ചെയ്യുക. സോ അതുകൊണ്ട് ഫസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡോ ഏതിനും ഒന്ന് പെർഫോം ചെയ്താലും മതി. പക്ഷേ എപ്പോഴും ഞാൻ പറയും, ഫസ്റ്റ് വൺ ഗംഭീരമായി പെർഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് സെക്കൻഡ് കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഗൈസ്. സോ ബൈ. താങ്ക് യു ഓൾ. സൈനിങ് ഓഫ് നാസ് AK ഫ്രം Xylem Learning.